ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇപ്പൊ എനിക്ക് കാര്യം അർച്ചനോടെങ്കിലും പറഞ്ഞേ പറ്റൂ. കുറച്ചു നാളുകളായി ഡിപ്രഷന് ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളാ നന്ദൻ. എന്തൊക്കെ സംഭവിച്ചാലും നന്ദനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. അച്ഛനെ ഓർത്ത് മാത്രം ഇപ്പോഴെല്ലാം സഹിക്കുന്നു. അത് മറ്റാരെക്കാളും കൂടുതൽ അറിയുന്നത് അർച്ചനയ്ക്ക് തന്നെയല്ലേ? അതാണല്ലോ എന്റെയും ഏറ്റവും വലിയ ധർമ്മസങ്കടം. ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആലോചിക്കുമ്പോ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പണ്ട് ഞാൻ എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെയാ. പക്ഷെ അച്ഛന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഈ കാര്യം അച്ഛനോട് പറയാൻ വയ്യ. എന്നെക്കാൾ കൂടുതൽ അച്ഛനെ അറിയാവുന്ന ആളല്ലേ ഡോക്ടർ. ഇക്കാര്യത്തില് അച്ഛനെ വേദനിപ്പിക്കാൻ ഡോക്ടർക്ക് കഴിയൂ? ഒരിക്കലും പറ്റില്ല. ഒരു മകളെ പോലെ എന്നോട് കാണിച്ച കരുതലിനും സ്നേഹത്തിനും ഞാൻ അച്ഛൻ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല. ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്നത് അച്ഛനുള്ളതുകൊണ്ടാ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നന്ദനെ വേദനിപ്പിക്കാനും എനിക്ക് പറ്റില്ല. ഞങ്ങൾക്ക് ഇനി ഒരിക്കലും പരസ്പരം പിരിയാൻ പറ്റില്ല. ഒരർത്ഥത്തിൽ ഇക്കാര്യം അർച്ചന എന്നോട് സംസാരിച്ചത് നന്നായി. ആരോടെങ്കിലും ഇതൊന്ന് പറയാൻ കഴിയാത്ത ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പൊ മനസ്സിനൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇതോടെ നഷ്ടപ്പെട്ടത് എന്റെ സമാധാനോ. നിങ്ങളെ രണ്ടുപേരെയും കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, പ്രത്യേകിച്ച് നന്ദേട്ടൻ. നന്ദേട്ടൻ അനുഭവിച്ച പീഡനങ്ങൾ അറിയാവുന്ന ആളാ ഞാൻ. ഇത്രയും കാലമായിട്ടും അതൊന്നും അച്ഛനോട് പറയാൻ കഴിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുക. എല്ലാം ആ വീടിന് വേണ്ടി, കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി. അതുകൊണ്ട് മാത്രമാ ഇതിന് ഞാൻ ഇറങ്ങി തിരിച്ചത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അവന്തി കേട്ടത്തി ആ വീട്ടിലെ മൂത്ത മരുമകളാ. 7 വർഷം മരുമകളെ ഉപേക്ഷിച്ച് മകൻ എവിടെയോ പോയി എന്നല്ലാതെ അത്രയും കാലം മരുമകൾ തന്നെ സ്വന്തം മകനെ പൂട്ടിയിട്ട് ഉപദ്രവിച്ചതാണെന്ന് അച്ഛൻ ഇപ്പോഴും അറിയില്ല. അതറിഞ്ഞ അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കും. ഓരോ തവണയും അവന്തി കേട്ടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ എല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിക്കും. ജീവന് തുല്യം അച്ഛനെ സ്നേഹിക്കുന്ന ഒരു മകൻ, കുടുംബത്തിന്റെ അഭിമാനത്തിനും അച്ഛന്റെ സന്തോഷത്തിനും വേണ്ടി എല്ലാം സഹിക്കുന്ന ഒരു മകൻ, അതാണ് നന്ദേട്ടൻ. പക്ഷെ നന്ദനെക്കുറിച്ച് അർച്ചനയ്ക്ക് അറിയാത്ത ചിലതുണ്ട്. ആരോടും പറയരുതെന്ന് നന്ദൻ എന്നെ വിലക്കിയതാ. പക്ഷേ ഇപ്പൊ എനിക്ക് കാര്യം അർച്ചനോടെങ്കിലും പറഞ്ഞേ പറ്റൂ. കുറച്ചു നാളുകളായി ഡിപ്രഷന് ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളാ നന്ദൻ. എന്തൊക്കെ സംഭവിച്ചാലും നന്ദനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നാളെ ആ വെഡിങ് ആനിവേഴ്സറി ആഘോഷം നടക്കണം. നന്ദേട്ടൻ അതിൽ പങ്കെടുക്കണം. അച്ഛന്റെ ആഗ്രഹം നടക്കണം. ഡോക്ടർ തന്നെ ഇക്കാര്യം നന്ദേട്ടനോട് പറയണം. പറയാം, ഞാൻ പറയാം.
തന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ഏയ് ഒന്നുമില്ല. തനിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്ക്. താനെന്താ ഇതൊന്നും നോക്കുപോലും ചെയ്യാത്തത്? സാധാരണ എന്തെങ്കിലും ഗിഫ്റ്റ് തരുമ്പോ എക്സൈറ്റഡ് ആവുന്ന ആളല്ലേ താൻ. എന്നിട്ടിപ്പോ എന്താ അപ്പവൻ തെളിയാത്തത്? നന്ദൻ എന്ത് തന്നാലും എനിക്ക് സന്തോഷം. പക്ഷെ ഇപ്പൊ ഞാൻ ആകെ കൺഫ്യൂഷനില്. എന്താ തന്റെ കൺഫ്യൂഷൻ? അർച്ചന ഇന്ന് എന്നെ കാണാൻ വന്നിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാ അർച്ചന. എല്ലാത്തിനും നമ്മളോടൊപ്പം നിന്നിട്ടുമുണ്ട്. പക്ഷെ അർച്ചന ഇപ്പൊ ആകെ സങ്കടത്തില്. അർച്ചന സന്ധ്യയെ കാണാൻ വന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. അർച്ചന എന്താ പറഞ്ഞത്? നാളെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ അച്ഛൻ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. എന്നിട്ടെന്താ അത് എന്നോട് പറയാതിരുന്നത്? ഞാനത് മറച്ചു വെച്ചതൊന്നുമല്ല, ഓർത്തില്ല, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും ഞാനതിന് അത്രേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. എന്നാലും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ തീരുമാനിച്ച പിന്നെ നന്ദനെ എതിർക്കില്ലല്ലോ. ഇല്ലായിരുന്നു, പക്ഷേ ഇനി അത് പറ്റില്ല. എന്നെ ബാധിക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇനി ഞാൻ തന്നെ എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. നന്ദ, നമുക്ക് നാളത്തെ എന്റെ ബർത്ത്ഡേ ആഘോഷം മാറ്റിവെച്ചാലോ? അതിനാ മാറ്റിവെക്കുന്നത്? നന്ദന് എന്നെ ഉപേക്ഷിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. തിരിച്ച് എനിക്കും അത് പറ്റില്ല. പക്ഷെ അവന്തിക, അവൾ ഇപ്പോഴും നന്ദന്റെ ഭാര്യ. അച്ഛന്റെ ആഗ്രഹം ഇനിയും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നാ. എന്നാരും പറഞ്ഞു? അർച്ചന അങ്ങനെ സന്ധ്യയോട് പറഞ്ഞോ? പറഞ്ഞു. പിന്നെന്തൊക്കെ പറഞ്ഞു അർച്ചന? അർച്ചന ആകെ സങ്കടത്തില്. നമ്മുടെ പക്ഷത്ത് നിൽക്കണോ അതോ അച്ഛൻ പറയുന്നത് കേൾക്കണോ? അതാ അർച്ചനയുടെ ധർമ്മസങ്കടം. വെഡിങ് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാൻ അച്ഛൻ അർച്ചനയോടാ പറഞ്ഞത്. അച്ഛൻ ആ ചുമതല അർച്ചനയെ ഏൽപ്പിച്ചത് മനഃപൂർവ്വം തന്നെയായിരിക്കും. എന്തായാലും അവിടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. ഞാൻ കാരണം നെല്ലിശ്ശേരിയിൽ ആ വെഡിങ് ആനിവേഴ്സറി മുടങ്ങരുതെന്ന് പറയാനാ അർച്ചന വന്നത്.